റെസിപ്രോസിറ്റി തിയറമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ കറണ്ട് at one point in a circuit due to voltage at the second point same current has the same current at the second point due to the same voltage at the first. ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ ഒരു വോൾട്ടേജ് സോഴ്സ്, അടുത്ത ബ്രാഞ്ചിൽ സെക്കൻഡ് ബ്രാഞ്ചിൽ കറണ്ട്, സെക്കൻഡ് ബ്രാഞ്ചിലേക്ക് വോൾട്ടേജ് എന്നാൽ ഫസ്റ്റ് ബ്രാഞ്ചിലെ കറണ്ട് രണ്ടും സെയിം ആണ്. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളൊരു പ്രോബ്ലം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബ്രാഞ്ചിൽ എ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ 36 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന സാധനത്തിൽ 1 ആമീറ്ററും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ തിരിച്ചത് അങ്ങോട്ട് കൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്തു. 36 വോൾട്ട് ഇപ്പുറത്തെ സൈഡിലും പിന്നെ ആമീറ്റർ ബ്രാഞ്ച് മറ്റേ സൈഡിലോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള കറണ്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 1ഉം സീരീസ് ആണ്, 4ആയി. 4നോടുകൂടെ പാരലായിട്ടാണ് 12 എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പിന്നെ 2+3+4 9 മാറും. അപ്പോൾ നമുക്ക് അമ്മീറ്ററിലൂടെയുള്ള കറണ്ട് കാണാൻ വേണ്ടിയിട്ട് 36 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ബാറ്ററി കറണ്ട് കാണാം, 4 ആംപിയർ. 4 ആംപിയറിൻ്റെ കറണ്ട് ഡിവിഷൻ റൂളിലൂടെ 12 ഗുണം 4 ഗുണം 12 ഡിവൈഡ് ബൈ 12 + 3 + 1 48/16 3 ആംപിയർ കറണ്ട് കിട്ടും. സിമിലർലി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പോവുകയാണെങ്കിൽ സർക്യൂട്ട് ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ഉം 2ഉം സീരീസ് ആണ്. അപ്പോൾ 4 + 2 6, 6ഉം 12ഉം പാരലലാണ്. അപ്പോൾ 3 ഓം ആവും. 12 ഗുണം 6 ഡിവൈഡ് ബൈ 12 + 6 3 ഓം ആവും. ആ സർക്യൂട്ട് മുഴുവനും അവിടെ സോൾവ് ചെയ്ത് വെച്ചാൽ ബാക്കി എടുക്കുക 3 1 4ആണ്. 4 + 3 + 1 എന്ന് പറഞ്ഞാൽ 8 ഓം ആയി. 36 ഡിവൈഡ് ബൈ ആ വോൾട്ടേജ് സോഴ്സ് പുറത്ത് മാറ്റിയിട്ടുണ്ട്. 36 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 4 ആംപിയർ കറണ്ടാണ്. ഈ അമീറ്റർ കറണ്ടിന് അമീറ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 36 വോൾട്ടേജിൽ നിന്ന് സി വരെ 4.5 ആംപിയർ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ 4.5 ഗുണം 12 ഡിവൈഡ് ബൈ 12 + 2 + 4 55/18 3 ആംപിയർ കറണ്ടാണ്. അമീറ്ററിൽ 2 അമീറ്ററിലുള്ള കറണ്ടുകളും സെയിം ആണ്. അതായത് എ എന്ന ബ്രാഞ്ചിൽ ഇ എന്നൊക്കെ പറഞ്ഞാൽ 36ഉം ബിയിലെ കറണ്ടും തിരിച്ച് എയിലേക്ക് അമീറ്റർ മാറ്റി ബി എന്ന് പറയുന്ന പാർട്ടിലോട്ട് വോൾട്ടേജ് സോഴ്സ് കൊണ്ടുവന്നപ്പോൾ 2 കറണ്ടും സെയിം ആണ് എന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, റെസിപ്രോസിറ്റി തിയറം പഠിക്കാനായിട്ട് കഴിയുന്നതാണ്. Thank you for watching this video. Box ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ.